നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 761 761. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 761. അത് ശ്രീകൃഷ്ണ കഥാമൃതം എന്നുള്ള ഗ്രന്ഥത്തിൽ ഉപാസനാകാന്ഡം, അതിൽ 31 സർഗം ഉപാസന ചെയ്യാൻ വരം ചോദിക്കുന്നു. ആരോട്? ഉദ്ധവര് ശ്രീകൃഷ്ണ ഭഗവാനോട്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, അതിൽ 32ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമാം വേദതാൽപര്യം കണ്ടറിഞ്ഞൊരു ഭാഗ്യവാൻ ഈ വണ്ണം ഗുരു ശുശ്രൂഷ കൊണ്ടുറച്ചുള്ള ഭക്തിയാൽ. നമ്മുടെ മനസ്സ് എങ്ങനെ ഉറയ്ക്കണം? ഭക്തി വേണം. പക്ഷെ ഗുരു ശുശ്രൂഷയിൽ എന്നൊരു വാക്കുണ്ട് അവിടെ. അതാണ് 99.99% ആൾക്കാർക്ക് ഇല്ലാത്തത്, ഗുരു ശുശ്രൂഷ. അപ്പോൾ പറഞ്ഞു. ഇന്ന് മുതൽക്കുള്ള ശ്ലോകം പറയണു. 33. മൂർച്ച കൂടിയിടും അറിവുണ്ടായാൽ പോരാ, അത് ചൂളയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കണം. അതായത് ഗ്രന്ഥപരിചയം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണം എന്നർത്ഥം. ഗ്രന്ഥപരിചയം, ഭാഗവതം, രാമായണം, ഭഗവത്ഗീത പറഞ്ഞില്ലേ? അതേപോലെ മൂർച്ച കൂടിയിടും അറിവാം മഴുകൊണ്ട് മഹാമതി ജീവനുപാധിയാം ലിംഗശരീരം ധൈര്യപൂർവകം. ലിംഗശരീരം, ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ്, സ്ത്രീ പുരുഷൻ എന്നുള്ള വേർതിരിവ് ഇല്ലാതെ കണ്ട് ആത്മാരാമത്വത്തെ കൂടി പരമാത്മാവിൽ ലയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനെന്ത് വേണം? അറിവിനെ മൂർച്ച കൂട്ടണം. അപ്പോൾ അറുത്ത ഉൾപ്പൂവിൽ മിന്നിടും പരമാത്മാവിനെ സ്വയം ധൈര്യപൂർവം അറുത്ത് ഉൾപ്പൂവിൽ മിന്നിടും. ഉൾപ്പൂവിൽ അവരവരുടെ മനസ്സിൽ മിന്നുന്ന പരമാത്മ ചൈതന്യം. ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിലത്തെ ബിംബത്തിനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് ദ്വൈതത്തിൽ കളിക്കുന്ന നമ്മൾ അദ്വൈതത്തിനെ ശ്രദ്ധിച്ചില്ല. നമ്മൾ അദ്വൈത സിദ്ധാന്തികളാണെന്ന് വായ തോരാണ്ട് പറയും. ഒന്നുമില്ല. കുറേ ആൾക്കാർ അതുകൊണ്ട് ഉപജീവനം ചെയ്യണമെന്നല്ലാണ്ട് ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ്. അവനും ശ്രദ്ധിക്കണില്ല, നമ്മളും ശ്രദ്ധിക്കണില്ല. ഉണ്ണുന്നവൻ അറിയില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം എന്നൊരു ചരിതാർത്ഥജനകമായിട്ടുള്ളൊരു പ്രോവർബ് നമ്മുടെ പുരാണങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നുണ്ട്. കുട്ടികൾ വാശി പിടിക്കും, എനിക്ക് കുറച്ചുകൂടി ചോറ് വിളമ്പൂ, എനിക്ക് കുറച്ചുകൂടി ചോറ് വിളമ്പൂ. ഏട്ടന് ജാസ്തി വിളമ്പിയിട്ടുണ്ട്, അച്ഛനും ജാസ്തി വിളമ്പിയിട്ടുണ്ട്. അച്ഛൻ ഊണ് കഴിക്കണതോ ഏട്ടൻ ഊണ് കഴിക്കണതോ ചെറിയൊരു കൊച്ചിന് കഴിക്കാൻ പറ്റുമോ? അതാർക്കേ അറിയുള്ളൂ? അമ്മയ്ക്ക്. അപ്പോൾ അമ്മ പറയും, അമ്മ തരാട്ടോ, കുട്ടി ഇപ്പോൾ വിളമ്പിയത് വാരി കഴിക്കുക. ഇപ്പോൾ കിട്ടുന്ന കണക്ക് എന്നല്ല കുട്ടികളുടെ അമ്മ പറയേണ്ടത്. കുട്ടി കഴിക്കുക തരാട്ടോ. ഇവിടെയാണ് പ്രായോഗിക തത്വശാസ്ത്രങ്ങളെ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. എൻ്റെ പെരുന്നാളും ഇതാണ്, തിരുമേനി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ കാശ് പോയി എന്നല്ലാതെ കണ്ട് തിരുമേനി പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരാൾക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. അവരവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ പറയാ? അവരവർ എത്ര ആൾ പ്രാർത്ഥിക്കുന്നുണ്ട്? ആരെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എൻ്റെ മക്കളെത്തണേ എന്ന് പ്രാർത്ഥിക്കണില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. ഇവിടെയാണ് തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്നുള്ള സിദ്ധാന്തം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
അറുത്ത് ഉൾപ്പൂവിൽ മിന്നിടും പരമാത്മാവിനെ സ്വയം അണഞ്ഞാൽ പിന്നെ വേദോക്ത സാധനങ്ങൾ വെടിഞ്ഞിടാം. പിന്നെ കർമ്മങ്ങളൊന്നും വേണ്ട, ലയിച്ചു കഴിഞ്ഞു. അണഞ്ഞാൽ പിന്നെ വേദോക്ത സാധനങ്ങൾ വെടിഞ്ഞിടാം. സംക്ഷേപിച്ച് ഉരച്ചെയ്തിടാം ഇത് ഞാൻ ഒന്നുകൂടിയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു തരാം. അചിന്ത്യശക്തിയാർന്നീടും അഖിലേശ്വരൻ ഈ വിധം. അഖിലേശ്വരൻ, എല്ലാ ലോകത്തിനും ഈശ്വരനുമായിരിക്കുന്ന ആ പരമാത്മാവ് അചിന്ത്യശക്തിയാൽ, ചിന്തിക്കാൻ പറ്റാത്തത്ര ശക്തിവൈഭവം കൊണ്ട് പ്രപഞ്ചരൂപനായി നിൽപ്പതറിയാൻ ഇതിലൊക്കെയും. പ്രപഞ്ചരൂപം, പ്രപഞ്ചത്തിൻ്റെ രൂപം, അതാണ് വിരാട് സ്വരൂപം. അപ്പോൾ പ്രപഞ്ചരൂപനായി നിൽപ്പതറിയാൻ ഇതിലൊക്കെയും ഭേദബുദ്ധി വരും ജീവൻ ഉള്ളം മലിനമാകവേ. ഉള്ളം മലിനമാകവേ ഭേദബുദ്ധി വരുന്നു എന്നാ. മനസ്സിൽ സന്ദർഭോചിതമല്ലാത്ത ചളി കെട്ടിക്കിടക്കുകയാണ്. അത് ഉള്ളിടത്തോളം കാലം ഒരു കാര്യം ഒന്നും നടക്കില്ല. ഭേദബുദ്ധി വരും ജീവനുള്ളം മലിനമാകവേ രാഗാതിരോഗ ബഹുള സംസാരൈക ചികിത്സകൻ. രാഗാതിരോഗ ബഹുള സംസാരേക ചികിത്സകൻ. ഒരൊറ്റ ചികിത്സകനേ ഉള്ളൂ ഈ ലോകത്തിൽ. അതാരാ? പരമാത്മാ ചൈതന്യം. അതെവിടെയാ? എൻ്റെ നിങ്ങളുടെയും മനസ്സിൽ. ഇതറിയാണ്ട് കറുത്ത പൂച്ചേനെ കറുത്തവാവൻ ദിവസം ഇരുട്ടത്ത് തപ്പി നോക്കിയാൽ നമുക്ക് എങ്ങനെ കിട്ടുക? ആലോചിച്ച് നോക്കൂ. രാഗാതി രോഗബഹുള സംസാരൈക ചികിത്സകൻ. ഓരോ വിധി നിഷേധങ്ങളാൽ നിശ്ചയിച്ചാൻ കൃപാനിധി. നിശ്ചയിച്ചു മികവഴും അറിവ് ഈ വിധം തെളിഞ്ഞ്. മികവഴും പ്രജ്വലിച്ചുകൊണ്ടിരിക്കുക. മികവഴും അറിവ് ഈ വിധം തെളിഞ്ഞ് അകം ഒളിച്ചിന്തിയ, ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ ചൈതന്യത്തെ ഭാഗ്യവാരിധി സകല നിയമവും വെടിഞ്ഞുടൻ ഭഗവതുപാസന ചെയ്യുകയാം വരം. അങ്ങയെ ഉപാസിക്കാനുള്ള വരം തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ടാ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഏകത്രിം സർഗ. 31ാമത്തെ സർഗം അവിടെ അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 32ാം സർഗം വിഷയത്യാഗം. എന്താ ഈ വിഷയത്യാഗം എന്ന് പറഞ്ഞാൽ? കള്ള് കുടിക്കണമെന്ന് തോന്നുന്ന അവസ്ഥയെ മാറ്റുക, ചൂത് കളിക്കണം തോന്നുന്ന വിഭ്രാന്തിനെ മാറ്റുക, പിന്നെയോ കാതിന് ഇമ്പമുള്ള സിനിമാറ്റിക് സംഗീതം കേൾക്കണം എന്നുള്ളത് മാറ്റുക, കണ്ണിനോ സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും ഇനി അങ്ങനെ പറയാം മനസ്സിൽ അവരവരുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത രൂപത്തെ ധ്യാനിക്കൽ തെറ്റെന്നാണ് പറഞ്ഞത്. അവരവരുടെ പ്രായത്തിന് ഒതുങ്ങാത്ത രൂപത്തെ ധ്യാനിക്കരുത്. ഈശ്വരൻ്റെ കാര്യമല്ല പറഞ്ഞത്. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ആഗ്രഹിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വിഷയവൈരാഗ്യങ്ങൾ, ഞാൻ ഇന്ന ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കൂ, പറയാൻ പാടില്ല. ഇന്ന മെത്ത ഉണ്ടെങ്കിലേ ഞാൻ ഉറങ്ങൂ, അതും പറയരുത്. ഇവിടേക്കാണ് പ്രശ്നങ്ങൾ. വിഷയവൈരാഗ്യം, വിഷയത്യാഗങ്ങൾ എന്നാണ് അതിനെ പറയുക. വിഷയങ്ങളെ ത്യാഗം ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇനി തുടങ്ങുക നമുക്ക്. രജസ്തമോ വൃത്തികളാം കാമകോപം, കോപമതാദികൾ, കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ എന്നർത്ഥം. രജസ്തമോ വൃത്തികളാം കാമകോപമതാദികൾ നീങ്ങാതെ എന്നും ഉൾക്കാമ്പിൽ ഉറന്നീടും മനുഷ്യനിൽ. ഈ 6 ശത്രുക്കളെ മനസ്സിൽ നിന്ന് തൂത്തുവാരാണ്ട് നമ്മൾ ഭാഗവതം പിടിച്ചിട്ട് കാര്യമില്ല.
ഉപാസനകളും മറ്റും ഉളവാകുന്നതെങ്ങനെ? ഉപാസനകൾ മറ്റും ഉളവാകുന്ന എങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. ശങ്കിക്കായിക അവനിങ്ങേണ്ടും ഉപായം മുര ചെയ്തിടാം. ശങ്കിക്കായിക അവൻ നീങ്ങേണ്ടും ഉപായം ഉര ചെയ്തിടാം. കാമക്രോധ മത മത്സര ലോകഭയാദികളെ എങ്ങനെ നിർദ്ദയം ഓടിക്കാം? അതാ പറഞ്ഞത്. സത്വാദി മൂന്നും ബുദ്ധിക്ക് മാത്രം ബാധിച്ചു നിൽപ്പതാം. സത്വാദി എന്ന് പറഞ്ഞാൽ സാത്വികം, രാജസം, താമസം മൂന്നും ബുദ്ധിക്കു മാത്രം ബാധിച്ചു നിൽക്കയാം. ആത്മാവിനുള്ള ധർമ്മങ്ങളല്ലെന്നോർക്കേണം ആദ്യമായി. ശരീരധർമ്മങ്ങൾ അജ്ഞാനം തിമിരം ബാധിച്ചവർക്ക് ആണ് പ്രകൃതി ഗുണങ്ങൾ. ഭഗവാൻ പ്രകൃതിക്ക് മേലെ ആവ കാരണം ഈ മൂന്നെണ്ണത്തിനെയും ഒഴിവാക്കിയാൽ മാത്രമേ ഭഗവത് സത്സംഗം അല്ലെങ്കിൽ ഭഗവത് ദർശനം നടക്കുള്ളൂ. ആത്മാവിനുള്ള ധർമ്മങ്ങളല്ലെന്നോർക്കേണം ആദ്യമായി. സത്വം വളർത്തേണ്ടതിനാം യത്നിക്കേണ്ടതു മനുഷ്യൻ. സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കാനാണ് മനുഷ്യരെ ശ്രമിക്കേണ്ടത്. പക്ഷേ തമോ ഗുണവൃത്തിയും രജോ ഗുണവൃത്തിയുമായിട്ടുള്ള പൂജാസങ്കല്പത്തിലാണ് നമ്മൾ ഉഴയുന്നത്. നോക്കൂ, ഞാൻ ഒരു പ്രത്യേക വിഭാഗക്കാരെ കുറ്റം പറയല്ല. കാരണം തന്നിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ കോമരന്മാരാ അവരവരാ. അത് വേറൊരാൾ ചാടിയോണ്ടായില്ല. അപ്പോൾ അഖിലാണ്ടേശ്വരി എന്നൊക്കെ നമ്മൾ ആരെ വേണമെങ്കിലും വിളിക്കാം, അങ്ങനെയാണല്ലോ. അഖിലത്തിനും ഈശ്വരി എന്ന് പറഞ്ഞാൽ അതാരായിരിക്കണം? ത്രിഭുവനേശ്വരി ആവണം. ത്രിഭുവനങ്ങൾക്കും ഈശ്വരി ജീവനായിരിക്കണം. അതിൽ ലെസ് ദാൻ ദാറ്റ് ആക്സെപ്റ്റബിൾ അല്ല. ഭദ്രകാളിയൊക്കെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഭദ്രകാളി ഉപാസകന്മാർ പറച്ചു പെറ്റ പന്തിരകുലത്തിലെ പാക്കനാരുടെ കഥ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ പട്ടാമ്പി കൊപ്പം തിരുവേഗപ്പുറ റോട്ടിലുള്ള ഉണ്ണി ഭ്രാന്തൻ്റെ കഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? പട്ടാമ്പി തലയ്ക്ക് സുഖമില്ലേ ചോദിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പറയണത് എന്താ? ഉണ്ടായതൊക്കെ നശിക്കുന്ന. അപ്പോൾ ഭദ്രകാളി ഉണ്ടായതാണ്, ഭദ്രകാളി നശിക്കും. പരമശയിലെ പിന്നെയോ പരാംബികയോ ലക്ഷ്മി ദേവിയോ അത് നശിക്കും, ഉണ്ടായതാണ്, പാൽക്കടലിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. പിന്നൊരാൾ ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചതാണ്. അപ്പോൾ ശക്തി സ്വരൂപിണി വേറെയാണ്, അതും നമ്മൾ മനസ്സിലാക്കണം. ശക്തി നിങ്ങളുടെയും എൻ്റെ ഉള്ളിലാണ്. ഇതറിയാതെ കണ്ട് നമ്മൾ ഇരുട്ടത്ത് തപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? സത്വം വളർത്തേണ്ടതിനാം യത്നിക്കേണ്ടതു മനുഷ്യൻ, അതോടൊപ്പം മറ്റ് രണ്ടും അകന്നീടും അസംശയം. രജോ ഗുണവും തമോ ഗുണവും ഓളി ഒടിക്കും. സത്വഗുണം വർദ്ധിച്ചാൽ ഇവർ പിന്മാറും. വെളിച്ചം മിയലുന്തോറും ഇരുളെന്നതു മാതിരി, വെളിച്ചം കൂടുന്തോറും ഇരുട്ട് ഓടി ഒളിക്കുന്ന പോലെ സാത്വിക ബുദ്ധി വന്നാൽ രജോ ഗുണ ബുദ്ധിയും തമോ ഗുണ ബുദ്ധിയും ഓടി ഒളിക്കും. കിഴക്കോട്ടണയും തോറും പടിഞ്ഞാറെന്ന മാതിരി. കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറ് ഭാഗത്തെത്തുമോ? ഇല്ല. വടക്കോട്ട് പോകുന്ന ആളെങ്ങനെ തെക്കോട്ട് എത്തണത്? തെക്കോട്ട് പോകുന്ന ആളെങ്ങനെ വടക്കോട്ട് എത്തണത്? അപ്പോൾ നമ്മൾ സഞ്ചരിക്കേണ്ടത് എവിടേക്കാണ്? ഈശ്വരീയതയിലേക്കാണ്. ആ ഈശ്വരൻ എവിടെയാണ് ഇരിക്കണത്? അവരവരുടെ ഹൃദയ ഗഹ്വരത്തിൽ. ഇതറിയാണ്ട് നമ്മൾ എന്ത് പഠിപ്പ് പഠിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഠിപ്പ് കൂടിയിടുന്തോറും മൗഢ്യമെന്നതു മാതിരി. പഠിപ്പ് എത്രത്തോളം ജ്ഞാനം കൂടും അയാൾ മിണ്ടാണ്ടിരിക്കും. കാരണം എന്താ? വിദ്വാന് മൗനം ഭൂഷണം എന്നാ, ഒന്നും പറഞ്ഞു പോകരുത്. പറഞ്ഞു മനസ്സിലായോ?
പഠിപ്പ് കൂടിടുന്തോറും മൗഢ്യമെന്നതു മാതിരി ആത്മേച്ഛ വളരും തോറും ബാഹ്യചിന്തകൾ മാതിരി. ആത്മാവിനെ ചിന്തിച്ച് 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 ഇരുന്നാൽ ബാഹ്യചിന്തകൾ ഓടി ഒളിക്കും. സത്വകാര്യങ്ങൾ തന്നെത്താൻ നീങ്ങും ശമതമാതിയാൽ. സത്വകാര്യങ്ങൾ കൂടി തന്നെത്താൻ നീങ്ങും ശമതമാതിയാൽ ആവിധം സാത്വിക ഗുണം മനതാരിൽ വളർന്നിടിൽ. ആ വിധം ഏത് വിധം? അപ്പോൾ പറഞ്ഞു സാത്വകാര്യങ്ങൾ തന്നെത്താൻ നീക്കും ശമതമാതിയിൽ. ക്ഷമ വന്നാൽ ആൾ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു വിഷയോ. അപ്പോൾ ആവിധം സാത്വിക ഗുണം മനതാരിൽ വളർന്നിടിൽ ഭക്തിഭാവം ഉയർന്നിടും. ഭക്തിഭാവം താഴുമ്പോഴാണ് ചാരായും കോഴിയും ആടും മാടും ഒക്കെ വേണം തോന്നുന്നത്. ഭക്തിഭാവം ഉയർന്നാലോ ആകാശതുല്യനായി. ആകാശതുല്യനായി എന്ന് പറഞ്ഞാൽ നിർമ്മമൻ, നിർമ്മലൻ, നിർമ്മമൻ, മമത വിട്ടവനായി പറഞ്ഞ വിഷയോ. അപ്പോൾ ആത്മേശ വളരും തോറും ഭാഗ്യചിന്തകൾ മാതിരി സത്വകാര്യങ്ങൾ തന്നെത്താൻ നീങ്ങും ശമതമാതിയാൽ ആവിധം സാത്വിക ഗുണം മനതാരിൽ വളർന്നിടിൽ ഭക്തിഭാവം ഉയർന്നിടും സൽക്കാര്യങ്ങൾ വിടില്ലവൻ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഉപേക്ഷ വരുത്തില്ല. സത്കർമ്മം ചെയ്യുന്നതിൽ നിന്ന് ഉപേക്ഷ വളർത്തില്ല. വിശുദ്ധാഹാരവും മറ്റും കൊണ്ടു സത്വം വിളർന്നിടും. വിശുദ്ധാഹാരം, സംശുദ്ധമായ ഒരു യാമം പഴകാത്ത ആണല്ലോ വിശുദ്ധാഹാരം. ആടുമാട് ഇറച്ചി ഇല്ല അവിടെ. അതാണ് ആടുമാട് ഇറച്ചി വന്നാൽ ഈ രജോ ഗുണം പിന്നെ രജോ ഗുണം തമോ ഗുണം വന്നു എന്നർത്ഥം. വിശുദ്ധാഹാരവും മറ്റും കൊണ്ടു സത്വം വളർന്നിടും ശ്രവണാദികളാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതേവിധം. ശ്രവണാദികളാൽ സത്വഗുണങ്ങൾ കേൾക്കും തോറും, ഭഗവാന്റെ ഉപദേശ ശകലങ്ങൾ കേൾക്കും തോറും പഞ്ചേന്ദ്രിയങ്ങൾക്കും അതേവിധം ഇന്ദ്രിയശക്തി ഓടി ഒളിക്കും. വേണ്ട, എന്ത് ഇന്ദ്രിയം? എവിടെ ഇന്ദ്രിയം? ആകാശത്ത് എന്ത് ഇന്ദ്രിയമുള്ളത്? മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ഇന്ദ്രിയമുള്ളത്? ശ്രവണാദികളാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതേവിധം സാത്വികം മാത്രം ഉൾക്കൊള്ളാം. ഏകണം പരിശീലനം കൊള്ളാൻ ഏകണം പരിശ്രമം. പരിശീലനം ഇല്ലാണ്ട് സാത്വിക ഗുണം വളരില്ല എന്നാ. അത്തരം ഭഗവത് ഭാവം മുടൻ ദുർഗുണവൃത്തികൾ. അപ്പോൾ ഈ സാത്വിക ഭാവം ആരുടെ? ഭഗവാന്റെ. സാത്വിക ഭാവം, അത്തരം ഭഗവത് ഭാവം മുടൻ ദുർഗുണവൃത്തികൾ അകറ്റിയിടും അതോടൊപ്പം അധർമ്മം തീരെ മാഞ്ഞുടൻ. ദുർഗുണവൃത്തികളെ ഒഴിവാക്കിയാൽ അധർമ്മം നശിച്ചു. തീരെ മാഞ്ഞുടൻ ഉൾത്തിങ്ങും ആത്മവിജ്ഞാനം. ഉൾത്തിങ്ങും, ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന ആത്മവിജ്ഞാനം തെളിഞ്ഞേറെ വിളങ്ങിടും. ഇപ്പം എന്താ ഉണ്ടാ ആത്മവിജ്ഞാനം പുറത്തു വരാത്തത്? ദുർഗുണവൃത്തികൾ. ഏകുന്നേരം കുറച്ച് മോന്തണം, കുറച്ച് മത്സ്യമാംസം കഴിക്കണം, കഞ്ചാവ് വലിക്കണം, അച്ഛനാരാ, അമ്മയാരാ, പെങ്ങളാരാ, ഭാര്യ ആരാ എന്നറിയാത്തൊരവസ്ഥ വേണം. എന്നിട്ട് തലകുത്തി മറിയണം, മുന്നോട്ട് മറിയണം, പിന്നോട്ട് മറിയണം. ഹേയ്, എന്താ അത്? ഇതാണോ ലോകം? 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആജീവനാന്തം കോണ്ടം കയ്യിൽ കൊണ്ട് നടക്കുകയെ. എന്താ ഇത്? കയ്യിലും കാലിലും വിരലൊക്കെ സോക്സ് ഇടുന്ന കൂട്ടത്തില. അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടതല്ലേ? 3 നേരം നമ്മൾ അവർക്ക് ചിലവർ കൊടുക്കണില്ലേ കുട്ടികൾക്ക്? ഇല്ലാത്ത പൈസ വാങ്ങിയിട്ട് ഐഫോണും പിന്നെ എന്താണെന്നാ പറയുക, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊടുക്കാത്തത്? എവിടേക്കൊക്കെ പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാത്തത്? പറയൂ.
എന്താ ഒപ്പം ഇരുത്തി കൊച്ചു നാമം ചൊല്ലിയ എന്താ നഷ്ടം? കുട്ടി ജയിലിൽ പോയിരുന്നിട്ട് നമ്മൾ നാമം ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവരാൽ വിദ്വേഷബുദ്ധിയോടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് പടയണില്ലേ? നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണില്ല? ഉൾത്തിങ്ങും ആത്മവിജ്ഞാനം തെളിഞ്ഞേറെ വിളങ്ങിടും, അതിനാം സാത്വിക ശ്രദ്ധ വളർത്താനുര ചെയ്വൂ ഞാൻ. ഭഗവാൻ പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് സാത്വിക ശ്രദ്ധ വളർത്താൻ ഉര ചെയ്വൂ ഞാൻ. ഏതേതു ഗുണം ഏതേതു കൊണ്ടും വർദ്ധിക്കുമെന്നതും, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല, കൊക്ക് കുളിച്ചാൽ കാക്കയാവില്ല. കാക്ക വ്രതം പൂണ്ട് കോകിലമാവില്ല, കോകിലം വ്രതം നോറ്റത് കൊണ്ട് കാക്കയാവില്ല. അപ്പോൾ അവരവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരവർക്ക് സാധിക്കണം. ഹൂ ആം ഐ? UP സ്കൂള് മുതൽക്ക് 4ാം ക്ലാസ് സ്കൂൾ മുതൽക്ക് സ്പോർട്സ് ഉണ്ട്. എന്തുകൊണ്ട് 4ാം ക്ലാസ് മുതൽക്ക് അച്യുതാനന്ദ ഗോവിന്ദ ഹരേ മുകുന്ദ എന്ന് ചൊല്ലിച്ചൂടാ? അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൂടാ? അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ കച്ചകെട്ടി ഇറങ്ങിയാണ് ഇതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതല്ലേ നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഏതേതു ഗുണം ഏതേതു കൊണ്ടും വർദ്ധിക്കുമെന്നതും അറിയണം, സ്വയം ചിന്തിച്ചവയിൽ ചിലതോതിടാം. അവരവർ സ്വയം ചിന്തിച്ചിട്ട് വേണം ഒന്നിനെ സ്വീകരിക്കാൻ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അച്ഛനമ്മമാരെ കുറ്റം പറയും വേണ്ട. അപ്പോൾ ആഗമാദികളാം 10 ഗുണഹേതുക്കൾ മുഖ്യമാം. ആഗമാദികളാം 10 ഗുണം ഹേതുക്കൾ മുഖ്യമാം കാരണങ്ങൾ. സത്വാദികൾ വളർത്താനും മറ്റും മാർഗങ്ങളാണിവ. ശാസ്ത്രങ്ങൾ ആത്മസംശുദ്ധി വളർത്തുന്നവ സാത്വികം. ശാസ്ത്രങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്, ആത്മസംശുദ്ധി വളർത്തുന്നത് സാത്വികമാണ്. കാളിന്തി കാശി മുമ്പായ പുണ്യതീർത്ഥങ്ങൾ സാത്വികം. കാളിന്തി കാശി മുമ്പായ പുണ്യതീർത്ഥങ്ങൾ സാത്വികം. ജനം കാൺമോർക്കു സംശുദ്ധി അരുളുന്നതു സാത്വികം. ജനം കാൺമോർക്ക് സംശുദ്ധി അരുളുന്നത് സാത്വികം. ദേശങ്ങൾ ആശ്രമം ക്ഷേത്രം തുടർന്നുള്ളവ സാത്വികം. സജ്ജനങ്ങൾ പാർക്കുന്ന ദേശങ്ങൾ, സന്യാസിവര്യന്മാരുടെ ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സാത്വികമാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിണ്ടിങ് ഹോ 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 ഡിണ്ടിങ് ഹൂ ഹൂ ഹൂ. എന്തത്? ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂക്കുകയെ, ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ, വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ, ശിവക്ഷേത്രങ്ങളുടെ മുമ്പിൽ 2 ആൾ തലയാട്ടിയിട്ട് കൊത്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്തിനാക്കെ കൂക്കണത്? നിങ്ങൾ ഈ പാപം എവിടെ കൊണ്ടുവയ്ക്കും? ആസ്വദിക്കൂ, വാദ്യം ആസ്വദിക്കൂ. വാദ്യം എങ്ങനെ ആസ്വദിക്കണം? സംശുദ്ധ മനസ്സോടുകൂടി. അതിരുവിടരുത്. കുട്ടികൾ ഒരു ബിലോ 12 നമുക്ക് സഹിക്കാം. എബവ് 12 കുട്ടികൾ മേളത്തിനനുസരിച്ച് നടു റോട്ടിൽ നിന്ന് ചാടാൻ തുടങ്ങിയാൽ മോശമാണ് അതെന്നെ പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രങ്ങൾ ആത്മസംശുദ്ധി വളർത്തുന്നവ സാത്വികം. കാളിന്തി കാശി മുമ്പായ പുണ്യതീർത്ഥങ്ങൾ സാത്വികം. ജനങ്ങൾമോർക്കു സംശുദ്ധി അരുളുന്നതു സാത്വികം. ദേശങ്ങൾ ആശ്രമം ക്ഷേത്രം തുടർന്നുള്ളവ സാത്വികം. കാലം ബ്രാഹ്മമുഹൂർത്തങ്ങൾ മുതലായവ സാത്വികം. കർമ്മങ്ങൾ ഈശ്വരപ്രീതി വളർത്തുന്നവ സാത്വികം. കർമ്മങ്ങൾ ഈശ്വരപ്രീതി വളർത്തുന്നവ സാത്വികം. അച്ഛനമ്മമാർ ICUവിലാണ് വിചാരിക്കുക.
അതിൻ്റെ മുമ്പിൽ നമ്മൾ പടക്കം പൊട്ടിക്കുമോ? അതിൻ്റെ മുമ്പിൽ നമ്മൾ ശബ്ദകോലാഹലം കൂട്ടുമോ? എന്തുകൊണ്ടാണ് കൂട്ടാത്തത്? ശബ്ദകോലാഹലങ്ങൾ അവരുടെ മനസ്സിന് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ വേറൊരു ഭാവമല്ലേ ക്ഷേത്രങ്ങൾ ശാന്തമായിട്ട് ഇരിക്കേണ്ടതല്ലേ? 4 ഭാഗത്തും ഉയർന്ന താഴത്ത് ക്ഷേത്രങ്ങളിൽ ഒരു 10-50,000 ആൾക്കാർ നിന്ന് കൂക്കാൻ തുടങ്ങിയാൽ ആ ദേവീ ദേവന്മാർ ഓടിപ്പോവില്ലേ? ആലോചിച്ച് നോക്കൂ. അമ്മയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ഓടിപ്പോവില്ലേ? അപ്പോൾ നമ്മുടെ പരിപാവനമായ ഭാവനകളൊക്കെ അയിത്തം വരില്ലേ ചെയ്യുന്നത്? അപ്പോൾ കാലം, ബ്രഹ്മമുഹൂർത്തങ്ങൾ മുതലായവ സാത്വികം, കർമ്മങ്ങൾ ഈശ്വരപ്രീതി വളർത്തുന്നവ സാത്വികം, ജന്മം വിശുദ്ധ കർമ്മങ്ങൾ കുതകുന്നതു സാത്വികം, ജന്മം വിശുദ്ധ കർമ്മങ്ങൾ കുതകുന്നതു സാത്വികം, ധ്യാനം സർവേശനെ പറ്റിയാണെങ്കിൽ അത് സാത്വികം. ധ്യാനം ആരെ പറ്റിയാവണം? സിനിമയിലത്തെ ഹീറോയിൻസിനെ പറ്റിയിട്ടാവണോ? പാടില്ല. ചെറുകഥ നോവലത്തെ കഥാനായികമാരെ പറ്റിയിട്ടാവണോ? പറ്റില്ല. പിന്നെ ധ്യാനം സർവേശനെ പറ്റിയാണെങ്കിൽ അത് സാത്വികം. ഇനി എന്താ പറയേണ്ടത്? മന്ത്രങ്ങൾ അഷ്ടാക്ഷരവും മറ്റും അത്യന്തം സാത്വികം. ഓം നമോ നാരായണായ അഷ്ടാക്ഷര മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി മന്ത്രം, ഇതൊക്കെ നല്ലതാണ്. പ്രശ്നം മന്ത്രങ്ങൾ അഷ്ടാക്ഷരവും മറ്റും അത്യന്തം സാത്വികം. സംസ്കാരം ആത്മസംശുദ്ധി പ്രദം കൃത്യം ശുദ്ധിപ്രദം കൃത്യം അതെന്നിയേ. സംസ്കാരം ആത്മസംശുദ്ധിപ്രദം, ആത്മാവിനെ സംശുദ്ധിയിലേക്ക് പ്രദാനം ചെയ്യുന്നതൊക്കെ സാത്വിക, അല്ലാത്തതൊക്കെ മോശമെന്നാണ് പറഞ്ഞത്. ഗൃഹദേഹാദി സംശുദ്ധി മാത്രം ചെയ്വതു രാജസം. ഗൃഹദേഹാദി നോക്കൂ, വളരെ ശ്രദ്ധിക്കണം. ശരീരവും വീടും നന്നായിട്ട് വെക്കുന്നത് രാജസം എന്നാണ് പറഞ്ഞത്. മനസ്സ് സംശുദ്ധമാക്കുന്നത് സാത്വികമാണ്. അപ്പോൾ ചുരുക്കിച്ചൊല്ലിടാം നല്ലോ അനുഷ്ഠിപ്പത് സാത്വികം. ചുരുക്കി ചൊല്ലാണ് നല്ലോരനുഷ്ഠിപ്പത്, നല്ലവരനുഷ്ഠിക്കുന്നത്. താമസം തീരെ നിന്നിപ്പത് ഉപേക്ഷിപ്പത്, താമസം തീരെ നിന്നിപ്പത് ഉപേക്ഷിപ്പതു രാജസം. ഇവയ്ക്കു വിപരീതങ്ങൾ സൽഗ്രന്ഥാദി സർവവും ആകയാൽ അവ കൈവിട്ടു പുണ്യമാർഗൈക നിഷ്ഠരായി. രജോ ഗുണവും തമോ ഗുണവും ഉള്ളതിനെ വേണ്ട വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സേവിച്ചിടേണം ആവോളം ആത്മോദ്ധാരണകാംക്ഷികൾ. ആത്മാവിനെ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം, മറ്റുള്ളത് മോശം. ദേഹാഭിമാനമേൽപ്പിക്കും ഗുണങ്ങൾ അകലും വരെ, ദേഹാഭിമാനം ഏൽപ്പിക്കും ഗുണങ്ങൾ അകലും വരെ. കീപ്പ് അവേ, ദൂരത്താക്കണം. അണുവും പതരാതാത്മസാക്ഷാത്കാരമെഴും വരെ, ആത്മസാക്ഷാത്കാരം വരുന്നവരെ ശ്രദ്ധിക്കണം. ഭഗവത് ഭക്തിഭാവത്തിലുള്ള മുഴുകിടും വരെ, ഭഗവത് ഭക്തിഭാവം ഉള്ളിൽ മുഴുകിയിടും വരെ. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തെറ്റിയ ആൾക്കാർ. പുറമെ മരുന്ന് നിർത്തിയ കൊടുത്താറായി, പിന്നിലേക്ക് പോയി. എന്താ ഗർമാന്ന വിചാരം? ആരാ ഇത് ആസ്വദിക്കണത്? പറയൂ. എത്ര വീടുകൾ കത്തിയിട്ടുണ്ടറിയോ ഈ വെടിക്കെട്ടുകൊണ്ട്? കുറച്ച് ആൾക്കാർ സമ്പന്നരാവണുണ്ട് വെടിക്കെട്ടുകൊണ്ട്. അത് ജീവിതത്തിന് ആവശ്യം വേണ്ടതല്ല. അത് പറയാൻ ആൾക്കാർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ അവർക്കുള്ള സീറ്റ് നഷ്ടം വരും. വെടിക്കെട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ നാരായണ ജീവിക്കൂ, കേമനാവൂ. അപ്പോൾ അപ്പോൾ പറഞ്ഞു അണുവും പതരാത്താത്മസാക്ഷാത്കാരം വരെ, ഭഗവത് ഭക്തിഭാവത്തിനുള്ളം മുഴുകിടും വരെ എന്നാ പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും
ലോകാസമസ്ത സിഗുനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.